ഹായ്, ഞാൻ ആശ. ഞാനിന്ന് വീണ്ടും തിരി പാക്ക് ചെയ്യാൻ വന്നതാണ്. ഒത്തിരി ദിവസമായി തിരി പാക്ക് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ തിരി ചിലപ്പോൾ അടുത്ത ആഴ്ചയാണെങ്കിൽ അമ്പലങ്ങളിൽ നിന്ന് വിളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോഴേ തിരി പാക്ക് ചെയ്ത് ഇതുപോലെ പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വിളിക്കുമ്പോൾ എളുപ്പമുണ്ട് കൊണ്ടു കൊടുക്കാനേ. ഇല്ലെങ്കിൽ പാടാം. ഇല്ലെങ്കിൽ തലേന്ന് രാത്രി ഞാനും ചേട്ടനും പിള്ളേരും എല്ലാം കൂടി ഇരുന്ന് ഉറക്കളച്ചിരുന്ന് പാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ തിരി പാക്ക് ചെയ്യാൻ പോവാം. പിന്നെ മെഷീൻ വെറുതെ നിങ്ങളൊന്ന് കാണിക്കുന്നത്, ഇതാണ് മെഷീൻ കേട്ടോ. ഇതാണ് ഞങ്ങൾ തിരി ഉണ്ടാക്കുന്ന മെഷീൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ കാണിക്കണമെങ്കിൽ എനിക്ക് ഇച്ചിരി സമയം വേണം. അത് തന്നെയല്ല, മെഷീൻ ഒരു ചെറിയ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് അതിന് നന്നാക്കാനായിട്ടുള്ള വന്നില്ല ഇതുവരെയായിട്ടും. അത് വന്നു കഴിയുമ്പോൾ നന്നാക്കി കഴിയുമ്പം ഉറപ്പായിട്ടും ഞാനതിന് തിരി ഉണ്ടാക്കി കാണിച്ചു തരാം. ഇപ്പം പാക്ക് ചെയ്യുമ്പം നിങ്ങളെ കൂട്ടുകൂടി ഇരുന്ന് പാക്ക് ചെയ്യാൻ പുറത്താണ് ഞാൻ ഇപ്പം പാക്ക് ചെയ്യാൻ വന്നത്. അടുത്ത ആഴ്ച ചിലപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് വിളിക്കും. ചിലപ്പോഴെന്നല്ല, 1-2 ആഴ്ചക്കുള്ളിൽ വിളിക്കും. നമ്മൾ കൊടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. അപ്പം വിളിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ പണി കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ എൻ്റെ കൂടെ വന്നിരിക്കാൻ ബോറുണ്ടോ ആർക്കെങ്കിലും? നിങ്ങളിങ്ങനെ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന് ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു ബോറടി ഇല്ല കേട്ടോ. ഞാനതുകൊണ്ടാണ് പുതിയ സ്റ്റിക്കറാണ്, വലിയ പാട് വരുന്നത്. ശരിയായി. പിന്നെ ഇതൊന്ന് ഇതെനിക്ക് വലിയൊരു അമ്മളി പറ്റിയതാണ്. ഞാനിത് നമ്മുടെ ഇതാന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇതെൻ്റെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന അത്രയേ ഉള്ളൂ കണ്ടോ. അത്രയും കുഞ്ഞിതാണ് കേട്ടോ. ഇത് ഭയങ്കര വലിപ്പമുണ്ടെന്ന് ഓർത്ത് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ വന്നപ്പം ഇനി തൽക്കാലം ഇതിപ്പോൾ ഉപയോഗിക്കാം. ചേട്ടൻ അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇന്നറട്ടോ, ഇറക്കാനുള്ള ഇന്നറ മുഴുവനാണിത് കണ്ട. ഇത് മുഴുവൻ അങ്ങോട്ട് എടുത്ത് നമുക്ക് ആദ്യം വയ്ക്കാം. ഇതിലേക്ക് ഇത് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 20 രൂപയുടെ പാക്കറ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളെ ഒരു ദിവസം കാണിക്കാം. ഇത് 10 രൂപയുടെ പാക്കറ്റാണേ, 10 രൂപ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഞാൻ ഇത് പുറത്ത് കൊടുക്കുന്നത് ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ, അതായത് ഒരു ഡസനായിട്ട് വാങ്ങുന്നവരുണ്ടല്ലോ. ഇപ്പം അമ്പലങ്ങളിൽ നിന്ന് പറഞ്ഞാൽ 10-20 ഡസനൊക്കെ ഒന്നിച്ചാണ് വാങ്ങുന്നത്. അപ്പം നമ്മൾ ഒരു പാക്കറ്റ് 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 8 രൂപയ്ക്ക് കൊടുക്കും. കടകളിലും ബണ്ടിലായിട്ട് കൊടുക്കുന്നതുകൊണ്ട് 8 രൂപയ്ക്ക് കൊടുക്കും. പക്ഷെ പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഓരോ പാക്കറ്റായിട്ട് കൊടുക്കുമ്പം അത് 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒരു ഡസനായിട്ട് 12 എണ്ണം ഒന്നിച്ച് കൊടുക്കുമ്പം 8 രൂപ. ഒരു പാക്കറ്റിന് 8 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ 96 രൂപയേ ഉള്ളൂ. അതായത് 12 പാക്കറ്റ് വരുമ്പം അതിന് 96 രൂപ വരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. ഞാൻ പറയുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ കൊറിയറിൽ ഇത് അയച്ചു തരും. ഇനി ഇങ്ങനെ റോബത്തി വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരും. റോബത്തി എന്ന് പറഞ്ഞാൽ റോ അഗർബത്തി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന തിരിയാണ്. അപ്പോൾ ഇത് നമ്മൾ സ്മെല്ലൊന്നും മുക്കാത്തതാണ് റോബത്തി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കിലോ കണക്കിന് നമ്മൾക്ക് അയച്ചു തരാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇനി ഇങ്ങനെ ബണ്ടിലായിട്ട് അമ്പലങ്ങളിലേക്കോ വീടുകളിലേക്കോ ഒക്കെ വേണമെന്നുള്ളവർ ഇങ്ങനെ ബണ്ടിലായിട്ട് വേണമെന്നുള്ള 12 എണ്ണം കാണും. അതിന് ഒരു ഡസന് 96 രൂപ വരുന്നുള്ളൂ. അങ്ങനെ വേണമെന്നുള്ളവർ എങ്ങനെയായാലും നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മൾ
അപ്പോൾ ബൾക്കായിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ബൾക്കായിട്ട് എടുക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. അല്ലാതെ ഓരോ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഈ തൊട്ടടുത്തൊക്കെയാണ് ഓരോ പാക്കറ്റ്, പിന്നെ ഓരോ വീടുകളിൽ നിന്നൊക്കെ വന്ന് എന്നോട് വാങ്ങാറുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ അതിന് 10 രൂപ മേടിച്ചിട്ടാണ് കൊടുക്കുന്ന ഒരു പാക്കറ്റ്. അതിൻ്റെ അകത്ത് 12 തിരിയുള്ളൂ കേട്ടോ. ഇതിൻ്റെ അകത്ത് 12 തിരിയുള്ളൂ. 12 തിരിയാണ് 10 രൂപയ്ക്ക് കൊടുക്കുന്നത്. ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ 12 തിരി 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കണ്ടോ, നമ്മുടെ സ്വന്തം ബ്രാൻഡിലുള്ളതാണ് ആവണി ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളിലേക്ക് ഞാൻ തിരിയൊക്കെ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും. ഇത് ഞാൻ സ്മെല്ല് മുക്കി വെച്ചിരുന്നതാണ്. മുക്കി നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ചിരുന്ന നല്ല മണമാണ്. കുറേ ദിവസം വെച്ചിരുന്നാൽ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തിരി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് പൂപ്പൽ പിടിച്ച് പോകും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാം. എനിക്ക് കുറച്ച് പൂപ്പൽ പിടിച്ച് പോയിട്ടുണ്ട്. തിരി മുക്കാനായിട്ട് എനിക്ക് സാഹചര്യം ഒത്തില്ല. അപ്പോൾ അത് കുറച്ച് പൂപ്പൽ പിടിച്ച് പോയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു തരാം, അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടുന്ന് എണീറ്റ് പോകാൻ മടിയായതുകൊണ്ടാണ്. അത് വേറെ ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടുന്ന് ഇപ്പോൾ എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് മുടങ്ങിപ്പോയി. ഇത് പാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പാക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കണം. ഞാൻ എൻ്റെ നമ്പർ പറയാം. 99 61 01 32 34. ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഒന്നും കൂടെ നമ്പർ പറയാം. 99 61 01 32 34. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലും അഗർബത്തി ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റോബത്തിയായിട്ട് തരും. മുക്കാത്തത് ഇങ്ങനെ വേണമെങ്കിൽ തരും, അല്ലാതെ പാക്ക് ചെയ്ത് തരും, ഡസണായിട്ട് തരും, എങ്ങനെ വേണമെങ്കിലും തരും. അപ്പം നിങ്ങൾക്ക് വേണ്ടവർ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങളത് എന്താണെന്ന് എങ്ങനെയാണെന്ന് അയച്ചു തന്നേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് പാക്ക് ചെയ്യാം. 12 എണ്ണം വെച്ച് എണ്ണി മാറ്റി വേണം പാക്ക് ചെയ്യാൻ കേട്ടോ. 4 8 12 4 8 12. പിന്നെ ഞങ്ങളിങ്ങനെ ചെയ്യുമ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്നാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് പകലിപ്പം ഞാൻ തന്നെ ഉള്ളൂ. ഇപ്പം എൻ്റെ മൂത്തയാൾക്ക് പനിയായിട്ട് കിടക്കുവാണേ, അവനൊട്ടും വയ്യ. പിന്നെ കുറച്ച് നേരം ഇത് പഠിക്കും കേട്ടോ. PSC നോക്കുന്നുണ്ട്, അതും കൂടെ ഉണ്ട്. നിങ്ങൾ എല്ലാം കൂടെ വേണമല്ലോ. ഇതിൻ്റെ കൂടെ കുറച്ച് നേരം പഠിക്കും, കുറച്ച് നേരം ഇങ്ങനെയുള്ള പണി ചെയ്യും, കുറേ നേരം അടുക്കളയിൽ പണി ചെയ്യും, പിന്നെ കുറേ നേരം പിള്ളേരുടെ പുറകെ പോവും. പിന്നെ നമുക്ക് PSC എന്ന് പറയുന്നത് അതൊരു ലക്കാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ അധ്വാനം പോലെ ഇരിക്കും. അധ്വാനിച്ചാൽ ലക്കുണ്ടെങ്കിൽ കിട്ടും എന്നേ ഉള്ളൂ. അല്ലാതെ ആദ്യം നമുക്ക് ലക്കുണ്ടെങ്കിൽ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അതിനും വേണ്ടിയുള്ള പരിശ്രമം ഉണ്ട്. അത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കിട്ടുവാണെങ്കിൽ നല്ല കാര്യം. പിന്നെ ഇതിനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് നല്ലൊരു കമ്പനിയായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ട്. ഇപ്പം നമ്മൾ ചെറിയൊരു റൂമിൻ്റെ അകത്താണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം മുന്നോട്ട് ഞങ്ങൾക്കിത് നല്ലൊരു കമ്പനി, ഒരു ആവണി അഗർബത്തിയുടെ ഒരു കമ്പനിയായിട്ട് അന്ന് ഞാൻ നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എന്നെ കാണുന്നവരെല്ലാം ഞാൻ ക്ഷണിക്കും, ഉറപ്പായിട്ടും വിളിക്കും. നിങ്ങളെല്ലാം ഞങ്ങൾ നല്ലൊരു കമ്പനി ഇടുമ്പോൾ നിങ്ങളെല്ലാം ഞാൻ വിളിക്കും. അപ്പോൾ എല്ലാവരും വരണം. ഞങ്ങളുടെ സന്തോഷത്തിൽ തീർച്ചയായും ഞാൻ നിങ്ങളെയും കൂടി കൂട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങളെനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ തന്നെങ്കിൽ മാത്രമേ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പം പിന്നെ പഠിക്കണമെന്നുണ്ട്. HSA വരുമല്ലേ, ഹൈസ്കൂൾ ടീച്ചറിൻ്റെ എക്സാം വരുവാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. പക്ഷെ എനിക്ക് വലിയ പറ്റിയത് എന്നാന്ന് ചോദിച്ചാൽ ഞാനൊരു സൈലത്തിൻ്റെ ആപ്പ് എടുത്തിട്ട്, പക്ഷേങ്കിൽ എനിക്ക് ഒരു രീതിയിലും അതിനെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം
ഒത്തിരി ഒത്തിരി ക്ലാസ് എനിക്ക് പെൻഡിങ് ആയിപ്പോയി. നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ അറിയാം, വീട്ടിൽ പൂർണ്ണമായിട്ടും നമ്മൾ അതിന് വേണ്ടി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ച് അങ്ങനൊരു ജോലി വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച്, അതായത് വീട്ടിൽ പരമാവധി കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ജോലി എന്നുള്ളൊരു സ്വപ്നം കിട്ടുകയുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ പറ്റത്തില്ല. ജോലിയും പഠിത്തവും എല്ലാം കൂടെ എല്ലാം കൂടെ നടക്കുകയുള്ളൂ. എൻ്റെ വീട്ടിലെ പണിയും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യവും എനിക്കും അതാണ് ഇഷ്ടം കേട്ടോ. പഠിക്കണം, പഠിക്കണ്ടെന്നല്ല, ഞാൻ ആരെയും PSC പഠിക്കുന്ന ആരെയും തളർത്തിക്കളയൊന്നും അല്ല കേട്ടോ. എല്ലാവരും പഠിച്ച് ജോലി വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പോഴുള്ള പിള്ളേരോട് ഞാൻ ആദ്യം പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു കല്യാണം കഴിയുന്നതിന് മുമ്പേ പെൺപിള്ളേരാണെങ്കിൽ എല്ലാവർക്കും ഒരു ജോലി കല്യാണത്തിന് മുമ്പേ വാങ്ങിയെടുക്കണം. കാര്യം കല്യാണം കഴിഞ്ഞാൽ പിന്നെ മക്കളാകും, പിന്നെ നമുക്ക് ഒരു കുഞ്ഞുങ്ങളെ നോട്ടം നല്ലൊരു പണിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമുക്കൊരു പ്രൈവസി ഉണ്ടാകില്ല. നമുക്ക് പഠിത്തം എന്നും പറഞ്ഞ് നമുക്ക് അതിന് വേണ്ടി തന്നെ ഒരു പ്രൈവസി കിട്ടത്തില്ല. അപ്പം വായിക്കത്തെ ഇത് അറിയാതെ ഞാൻ കൈ വായി വെച്ച് പോയി. അപ്പം എൻ്റെ ഒരു അഡ്വൈസായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. എന്നെ ആരെങ്കിലും കല്യാണം കഴിക്കാത്ത പിള്ളേരൊക്കെ കാണുന്നുണ്ടെങ്കിൽ, മക്കളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചൊരു ജോലി വാങ്ങിയതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക. ഇപ്പം എല്ലാ വീടുകളിലുമൊക്കെ കയറി ചെല്ലുന്ന വീടുകളിൽ എങ്ങനെയാണെന്ന് നടത്തുക എനിക്ക് പ്രശ്നമില്ല. കാരണം എന്നോട് ഹസ്ബൻഡ് അങ്ങനെ ജോലി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നൊന്നും പറയില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മടി. നമുക്കിപ്പം ജോലി വേണം. അപ്പം അതുകൊണ്ട് എല്ലാവരും പഠിക്കണം. അല്ല നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീട് രാമക്കൽമേട്ടിലാട്ടോ. രാമക്കൽമേട്ടിനൊക്കെ വാ എല്ലാവരും. നല്ല രസമാണ് കാണാനായിട്ട്. കാറ്റാടിപ്പാടമുണ്ട് രാമക്കൽമേട്ടിൽ. കുറവൻ കുറത്തി മലയുണ്ട്, പിന്നെ ഹാമപ്പാറയുണ്ട്. ഇവിടെ തന്നെയാണ് എൻ്റെ വീട് കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം മെട്ടിലൊക്കെ പോയി വീഡിയോ ഇടാം കേട്ടോ. നല്ല രസമാണ് രാമക്കൽമേടൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. പിന്നെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ഹസ്ബൻഡിന്. അപ്പോൾ എല്ലാ ദിവസവും ഈ മെട്ടിലൊക്കെ ആയിരിക്കും വർക്ക്. നമുക്ക് ഇവിടെ കോമ്പൗണ്ടിൽ തന്നെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ ചിലപ്പോൾ മിക്ക ദിവസവും ഈ രാമക്കൽമേട്ടിലായിരിക്കും വർക്ക്. അങ്ങനെ വരുമ്പം ഹസ്ബൻഡിന് മടിയാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ. എല്ലാ ദിവസവും അവരവിടെ എല്ലാം പോയിട്ട് വരുന്നതുകൊണ്ട് ഞാനൊരു ദിവസം പറയുമ്പം മടിയാണ്. പിന്നെ പോകാം അല്ലേ, ഭയങ്കര തിരക്കില്ലാത്തപ്പോൾ പോകാം എന്നൊക്കെ പറയും. പക്ഷെ തിരക്കില്ലാത്ത സമയം അവിടെ ഇല്ല. അവിടെ എപ്പോഴും തിരക്കാണ് കേട്ടോ. ആ തിരക്കില്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും മഴയും വരണം. തിരക്കില്ലാതാകുന്നു സമയത്ത് നമുക്കും പോകാൻ പറ്റില്ലല്ലോ. കാറ്റും മഴയല്ലേ. ഇവിടെ പ്രത്യേകിച്ച് കാറ്റും മഴയൊക്കെ ആയാൽ ഭയങ്കര തണുപ്പും കൂടെയാണ് കേട്ടോ. പക്ഷെ നല്ല രസമാണ്, നല്ല മഞ്ഞും. പിന്നെ നിങ്ങൾ ആരുടെയും വീട് ആലപ്പുഴ ഉണ്ടോ? ആലപ്പുഴ നിങ്ങൾ ഉടനെ ഒന്ന് ആലപ്പുഴ വരണമെന്ന് ഓർത്തിരിക്കുവാണ്. അവിടെ എല്ലാം ഒന്ന് കാണണമെന്ന് ഓർത്തിരിക്കുവാണ്. ദിവസം ആലപ്പുഴയ്ക്ക് വരുന്നുണ്ട്.